ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ആക്ച്വലി നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന തിയറി 3 ഡയമെൻഷണൽ സ്പേസിൽ കൂടെയുള്ള മോഷനും ട്രൂ ആണ്, നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിനിൽ കൂടെയുള്ള മോഷനെ പറ്റിയാണ്. റൈറ്റ്. ഇനി രണ്ടാമത്തെ സംഭവം നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി അതായത് 2 ഡയമെൻഷണൽ സ്പേസിൽ കൂടെയുള്ള അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ സ്പേസിൽ കൂടെ ഉള്ള മോഷൻ അനലൈസ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന ബേസിക് ആയിട്ടുള്ള ചില മാത്തമെറ്റിക്കൽ ടൂൾസ് ആണ്. ആ ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെക്ടർ അനാലിസിസ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഇൻട്രൊഡക്ടറി ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് 2 വീഡിയോസ് ഉണ്ട്. റൈറ്റ്. ബേസിക്കലി ആ ഇൻട്രൊഡക്ടറി ഫിസിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ളതാണ്. പക്ഷെ അതിനകത്ത് ആദ്യമുള്ള വീഡിയോസ് എല്ലാം വളരെ എലമെന്ററി ആണ്, അത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വീഡിയോസ് ആണ്. അതിനകത്ത് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്, എനിക്കൊന്നൊരു 30 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ലെങ്ത് ഉള്ള ഒരു വീഡിയോ. ഈ 2 വീഡിയോയിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വെക്ടേഴ്സ് ആൻഡ് ആ വെക്ടേഴ്സിന്റെ മറ്റ് പ്രോപ്പർട്ടീസ്, ബേസിക് ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ഐഡന്റിറ്റീസ് ആൻഡ് വെക്ടേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്, എല്ലാത്തിനും ഉപരിയായിട്ട് ബേസിക്കലി എന്താണ് വെക്ടർ എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വെക്ടർ പ്രോഡക്ട്സ്, ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വെക്ടേഴ്സിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർ ജസ്റ്റ് ആ വീഡിയോ കാണുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെക്ടർ അനാലിസിസിൽ ബന്ധപ്പെട്ട ചില ടെക്നിക്സ്, ചില റിസൾട്ട്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്ന ജസ്റ്റ് സമ്മറൈസ് ചെയ്യുക. ആൻഡ് നമുക്ക് ജസ്റ്റ് മോഷൻ ഇൻ എ പ്ലെയിന്റെ തിയറി ഡെവലപ്പ് ചെയ്യുക ആൻഡ് കൂടുതൽ കാൽക്കുലേഷൻസ് ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നോഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ആ സാധനത്തിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഞാനൊരു ആരോ ഇടുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു ആരോ ഇടുന്നു. ഈ ലൈനിന്റെ ലെങ്ത് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രപ്പോർഷണൽ ആണ് ആൻഡ് ആരോയുടെ ഡയറക്ഷനിലായിരിക്കും വെക്ടർ. എനിക്കൊരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എനിക്കിത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്ത മനസ്സിലാക്കേണ്ട പോയിന്റ്, സപ്പോസ് എന്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഈ 2 വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ ആ 2 വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം, ഡയറക്ഷൻ ഈക്വൽ ആവണം. അതായത് ഈ വെക്ടറും റൈറ്റ്, ഈ വെക്ടറും ഒരിക്കലും ഈക്വൽ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വെക്ടേഴ്സിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും, ഞാൻ ഈക്വൽ ആയിട്ട് വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. റൈറ്റ്. ഈ 2 വെക്ടേഴ്സിന്റെ ലെങ്ത് സെയിം ആണെങ്കിലും രണ്ടിന്റെ ഡയറക്ഷൻ ഡിഫറന്റ് ആണ്. സോ ഇത് ഡിഫറെന്റ് വെക്ടേഴ്സ് ആണ്. റൈറ്റ്. ഇനി അടുത്തത്, സപ്പോസ് ഇതൊരു വെക്ടർ ആണ്. റൈറ്റ്. ഈ വെക്ടറിനെ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പാരലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അതായത് ഞാൻ ഈ വെക്ടറിനെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കുന്നു. റൈറ്റ്. ഇത് പാരലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള വെക്ടർ ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ വെക്ടറിന്റെ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് ഈ വെക്ടറിന്റെ ലെങ്ത്. ആൻഡ് ഈ 2 വെക്ടറിന്റെ ഡയറക്ഷൻ ഒരേപോലെ തന്നെ, ബിക്കോസ് രണ്ടും ഒരേ ഡയറക്ഷനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 വെക്ടറും സെയിം ആണ് എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു വെക്ടറിനെ പാരലി ഷിഫ്റ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് ആ വെക്ടർ ഡിഫറന്റ് ആകുന്നില്ല. റൈറ്റ്. 2 വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻസും മാച്ച് ആയാൽ മതി. അത് പാരലി ഷിഫ്റ്റ് ആയി എന്ന റീസൺ കൊണ്ട് മറ്റത് ഒരു ഡിഫറെന്റ് വെക്ടർ ആവില്ല. റൈറ്റ്. പിന്നെ അടുത്ത മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വെക്ടർ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. റൈറ്റ്. അത് ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ വെക്ടറിന്റെ ഈ ലൈനിന്റെ ലെങ്തിനെയാണ്. റൈറ്റ്. ഇനി അടുത്തൊരു നോഷനാണ് ആക്ച്വലി യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു വെക്ടർ ഉണ്ട്. റൈറ്റ്. ആ വെക്ടറിന്റെ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. അതായത് ഇതാണ് നമ്മുടെ വെക്ടർ എങ്കിൽ ഈ വെക്ടറിന്റെ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടർ, അതായത് 1 യൂണിറ്റ് ലെങ്ത് ഉള്ള വെക്ടർ, അതായത് ഈ വെക്ടർ. റൈറ്റ്. ഇതിന്റെ ലെങ്ത് 1 ആണ്. നമ്മൾ ഇതിനെ വിളിക്കുന്നവരാണ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് വെക്ടർ എ. റൈറ്റ്. അതായത് നമ്മൾ ഇതിനെ എ ക്യാപ് എന്ന സിമ്പൽ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്കിൽ നമുക്കറിയാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് എഴുതാം ഏതൊരു വെക്ടറിനെയും ഏതൊരു വെക്ടറിനെയും ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് ആ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം. റൈറ്റ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെയും പറയാം, എനിക്ക് യൂണിറ്റ് വെക്ടർ എനെ അതായത് ദാറ്റ് ഇംപ്ലൈസ് യൂണിറ്റ് വെക്ടർ എ ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. അതായത് വെക്ടർ എനെ ആ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി എന്ത് കിട്ടും? ആ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. റൈറ്റ്. ഇനി നമ്മൾ കൂടുതലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് XY Z ഡയറക്ഷൻസിനെ പറ്റിയായിരിക്കും. സോ ആ ഡയറക്ഷൻസിൽ ഓൾറെഡി നമ്മൾ കുറച്ച് വെക്ടേഴ്സ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റ് വെക്ടേഴ്സ് ഫിക്സ് ചെയ്ത് വെച്ചാൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ XYZ ഡയറക്ഷനിൽ കുറച്ച് യൂണിറ്റ് വെക്ടേഴ്സ് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുവാണ്. അതായത് സപ്പോസ് ഇതാണ് എന്റെ XYZ കോർഡിനേറ്റ് സിസ്റ്റം, ഇതാണ് എന്റെ X, ഇതാണ് Y. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ എക്സിന്റെയും വൈന്റെയും പോസിറ്റീവ് ഡയറക്ഷൻസ് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ Z ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് റൂൾ ഉണ്ട്, അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് എന്റെ X ആക്സിസിന്റെ ഡയറക്ഷൻ ഇതാണ്,
വൈ ആക്സിന്റെ ഡയറക്ഷൻ ഇതാണ് എങ്കിൽ ഞാൻ എൻ്റെ എക്സ് ആക്സിസിൽ നിന്ന് വൈ ആക്സിസിന്റെ ഡയറക്ഷനിലോട്ട് എൻ്റെ റൈറ്റ് ഹാൻഡിന്റെ ഈ ഫിംഗേഴ്സ് വൗണ്ട് ചെയ്യണം, എക്സിൽ നിന്ന് വൈയിലോട്ട്. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അതാണ് ഇസഡ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ. തിരിച്ച് ചൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കൺവെൻഷൻ ആണ്. സോ ഇതാണ് നമ്മുടെ ഇസഡ് ഡയറക്ഷൻ. റൈറ്റ്? ഓക്കെ. ഇനി എക്സ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ കൺവെൻഷനലി നമ്മൾ വിളിക്കുന്ന നെയിമാണ് ഐ. വൈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ കൺവെൻഷനലി നമ്മൾ വിളിക്കുന്ന പേരാണ് ജെ. ഇസഡ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ കൺവെൻഷനലി വിളിക്കുന്ന പേരാണ് കെ. റൈറ്റ്? എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? എനിക്ക് എക്സ് ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 10 ഉള്ള ഒരു വെക്ടർ ഉണ്ടാക്കണമെങ്കിൽ, അതായത് എക്സ് ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 10 ഉള്ള വെക്ടർ, സപ്പോസ് വെക്ടർ ഹാഷ്, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നെയിം കൊടുക്കുന്നു അത്രേ ഉള്ളൂ. വെക്ടർ ഹാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 10 ഉള്ള വെക്ടർ ആണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? 10 ടൈംസ് ഐ എന്ന് എഴുതാം. ഓക്കെ. റൈറ്റ്? ഇനി സപ്പോസ് വെക്ടർ സ്റ്റാർ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് 8.5 ലെങ്ത് ഉള്ള വെക്ടർ ആണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? 8.5 ടൈംസ് കെ. റൈറ്റ്? ക്ലിയർ? ഓക്കെ. നമുക്ക് വളരെ കൺവീനിയന്റ് ആണ്, ബിക്കോസ് എക്സും വൈയും ഇസഡും നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ആണ്. ഓക്കെ. റൈറ്റ്? എങ്കിൽ നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് യൂസ് ചെയ്തതിനുള്ള ചില അൾജിബ്ര. റൈറ്റ്? ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. റൈറ്റ്? ഓക്കെ. അതായത് ഇതൊരു വെക്ടറാണ്. ഓക്കെ. റൈറ്റ്? ഇത് വേറൊരു വെക്ടറാണ്. ഓക്കെ. ഞാൻ ഇതിനെ വെക്ടർ എ എന്ന് വിളിക്കുന്നു, ഇതിനെ വെക്ടർ ബി എന്ന് വിളിക്കുന്നു. ഓക്കെ. എനിക്കറിയേണ്ടത് വെക്ടർ എ പ്ലസ് ബി എന്താണ്? ഓക്കെ. വെക്ടർ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വെക്ടർ എയുടെ ഹെഡിൽ, അതായത് ഈ വെക്ടർ എയുടെ ഹെഡിൽ വെക്ടർ ബിയുടെ ടെയിൽ കൊണ്ടുവയ്ക്കുക. റൈറ്റ്? അതായത് ഈ വെക്ടർ ബിനെ ഞാൻ ജസ്റ്റ് ഇതുപോലെ എടുത്ത് പാരലി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക. റൈറ്റ്? ഞാൻ പാരലി ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. റൈറ്റ്? എങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് കൺസ്ട്രക്ട് ആയി. ഇതിന്റെ 3ാമത്തെ സൈഡ് വരയ്ക്കുക. അതായത് ഇതാണ് 3ാമത്തെ സൈഡ്. ഓക്കെ. റൈറ്റ്? ഇനി പറയുന്നേരം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഓർഡർ നോക്കുക. ടെയിൽ ഹെഡ് ടെയിൽ ഹെഡ് എങ്കിൽ ഈ ഓർഡർ അനുസരിച്ച് ടെയിൽ ഹെഡ് എന്ന് വേണം വരേണ്ടത്. പക്ഷേ നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ ആയിട്ടുള്ള ഈ 3ാമത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ഓർഡറിലാണ്, അതായത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ. സോ അപ്പൊ ഇതാണ് എ പ്ലസ് ബി. അതായത് വെക്ടർ അഡീഷണൽ റൂൾ നമ്മൾ ഇതിനെ വിളിക്കുന്നവരാണ് ട്രയാങ്കുലർ ലോ. ട്രയാങ്കുലർ ലോ പറയുന്ന പറഞ്ഞാൽ ഇതാണ്, എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഈ 2 വെക്ടേഴ്സ് ഒരു ട്രയാങ്കിൾസിന്റെ 2 സൈഡ് ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3ാമത്തെ സൈഡ് ഇൻ റിവേഴ്സ് ഓർഡർ, അതാണ് ഈ 2 വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ. റൈറ്റ്? ശരി. ഇനി ഇതിന് ഈക്വലന്റ് ആയിട്ട് വേറൊരു ലോ ഉണ്ട്, അതാണ് ബേസിക്കലി പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇത് തന്നെയാണ്. അതായത് ട്രയാങ്കുലർ ലോയുടെ പുറത്ത് ചില കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയാണ് ബേസിക്കലി പാരലോഗ്രാം ലോ. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വെക്ടർ ബീനെ, ഓക്കെ, വെക്ടർ ബീനെ ഞാൻ ഇതുപോലെ എടുക്കുന്നു, ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. എങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാണാം. റൈറ്റ്? അതായത് ഞാൻ ഈ ഓക്കെ, ഇപ്പൊ എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഈ 2 വെക്ടേഴ്സിന്റെയും ടെയിലും ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. റൈറ്റ്? ഞാൻ ഈ 2 വെക്ടേഴ്സിനെയും വെച്ചുകൊണ്ട് ഞാനൊരു പാരലോഗ്രാം ഡ്രോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ, ഓക്കെ, എനിക്ക് എങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുന്നത്? എനിക്കിതേ പാരലോഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എൻഡിന്ന് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. റൈറ്റ്? ഈ എൻഡിന്ന് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. അങ്ങനെയാണ് പാരലോഗ്രാം വരയ്ക്കേണ്ടത്. സോ ഞാൻ ഈ എൻഡിന്ന് ഇതിന് പാരലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നോക്കേ, എനിക്കിത് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. റൈറ്റ്? ഞാൻ ഈ എൻഡിന്ന് ഇതിന് പാരലായിട്ട്, അതായത് ഈ എൻഡിന്ന് ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുവാണെങ്കിൽ എനിക്കിത് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലോഗ്രാം. ഈ പാരലോഗ്രാഫത്തിന്റെ ഡയഗണലല്ലേ നമ്മളിപ്പോൾ റിസൾട്ടന്റ് വെക്ടർ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. സോ നമുക്ക് മനസ്സിലായി 2 വെക്ടേഴ്സ്, അതായത് 2 വെക്ടേഴ്സ്, ഇതൊരു വെക്ടറാണ്. ഓക്കെ. ആൻഡ് ഇത് മറ്റൊരു വെക്ടറാണ്. റൈറ്റ്? ഈ 2 വെക്ടേഴ്സും ഒരു പാരലോഗ്രാഫത്തിന്റെ 2 സൈഡ്സ് ആണെങ്കിൽ, ഓക്കെ, ആ പാരലോഗ്രാഫത്തിന്റെ ഡയഗണലാണ് ആ 2 വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ. അതായത് ഇതാണ് എ, ഇതാണ് ബി. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എ പ്ലസ് ബി. റൈറ്റ്? സോ ഇപ്പം നമുക്ക് മനസ്സിലായി എൻ്റെ 2 വെക്ടേഴ്സ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 വെക്ടറിന്റെയും റിസൾട്ടന്റ് ഞാൻ എങ്ങനെയാണ് ബേസിക്കലി ഡ്രോ ചെയ്യേണ്ടതെന്ന്. ഓക്കെ. എങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എനിക്ക് മനസ്സിലാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഇതൊരു വെക്ടറാണ്. റൈറ്റ്? ഇത് വേറൊരു വെക്ടറാണ്. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി. ആൻഡ് ഈ ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഇവർക്കിടയ്ക്കുള്ള റിസൾട്ടന്റ്, അതായത് ഈ 2 വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടർ, ഓക്കെ, അല്ലെങ്കിൽ ഈ 2 വെക്ടറിന്റെയും എഫക്റ്റീവ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഓക്കെ. ഇതാണ് ബേസിക്കലി എ പ്ലസ് ബി. ഇനി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഞാൻ എൻ്റെ എയും ബിയും അവർക്കിടയ്ക്കുള്ള ആംഗിളും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഒരു ഫിക്സഡ് വാല്യൂ ആണ്.
റൈറ്റ്. അപ്പൊ നമുക്കറിയണം എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അറിയാം, ആൻഡ് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യാം? റൈറ്റ്. ഓക്കെ, ബിക്കോസ് നമുക്ക് പലപ്പോഴും രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വേണ്ടി വരും. സോ നമുക്ക് എഴുതാം ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി. റൈറ്റ്. അതിനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞ വീഡിയോക്കകത്ത് ഞാനത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പ്രൂഫ് ഇവിടെ എഴുതുന്നില്ല. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: റൂട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് കോസ് തീറ്റ. ഇതാണ് ബേസിക്കലി ഈ രണ്ട് വെക്ടറിന്റെയും വെക്ടർ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി നമുക്കിവിടെ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. റൈറ്റ്. സപ്പോസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെക്ടർ, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, റൈറ്റ്. ആൻഡ് റിസൾട്ടന്റ് വെക്ടറിനും ഫസ്റ്റ് വെക്ടറിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടല്ലോ. സപ്പോസ് അത് ആൽഫ എന്ന് എടുത്തു. റൈറ്റ്. എനിക്ക് ഈ ആൽഫ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് എൻ്റെ രണ്ട് വെക്ടർ ഉണ്ട്, ഈ രണ്ട് വെക്ടറിന് റിസൾട്ടന്റ് ഉണ്ട്. എനിക്കറിയേണ്ട റിസൾട്ടന്റ് വെക്ടറിനും അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? ഓക്കെ, റൈറ്റ്. എനിക്ക് അതാണ് അറിയേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, ജസ്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. റൈറ്റ്. എന്തേ ഈ ലൈൻ നോക്കുക. ഞാൻ ഇവിടെ നിങ്ങളുടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, സോ ദാറ്റ് എനിക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഞാൻ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇമ്മീഡിയറ്റ്ലി എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എനിക്ക് എന്തായാലും എഴുതാം. ഓക്കെ, ദേ ഈ സൈഡ് ബി ആണ്, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തും ബി ആണ്. ഓക്കെ, സോ ഇതും ബി ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ആംഗിൾ തീറ്റയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. സോ ഈ ആംഗിളും തീറ്റ. റൈറ്റ്. എങ്കിൽ ദേ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണിത് ആൻഡ് അഡ്ജസന്റ് സൈഡാണിത്. നമുക്ക് എന്തായാലും അറിയാം ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ഇൻറ്റു സൈൻ തീറ്റ. സോ ഇതെന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ഇൻറ്റു സൈൻ തീറ്റ. സോ ബി സൈൻ തീറ്റ. റൈറ്റ്. അതായത് ബി സൈൻ തീറ്റ. ആൻഡ് ഇത് അഡ്ജസന്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. റൈറ്റ്. ഓക്കെ, എങ്കിൽ ഇപ്പൊ നോക്കി, എനിക്ക് നമ്മുടെ ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സും കിട്ടി. ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ, ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റ. റൈറ്റ്. എങ്ങനെ എനിക്ക് എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് tan alpha. Tan alpha is equal to opposite by adjacent. Opposite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സൈൻ തീറ്റ, അഡ്ജസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. റൈറ്റ്. ദാറ്റ് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. റൈറ്റ്. ടാൻ ഇൻവേഴ്സ് എന്താണെന്ന് മനസ്സിലാകാത്തവർ ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ടാനിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. അതായത് സപ്പോസ് ഞാൻ പറയുവാണ് ടാൻ എക്സ്. ഓക്കെ, അതായത് ടാൻ, ഓക്കെ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. അതായത് ടാൻ പൈ ബൈ 4. ഓക്കെ, ടാൻ പൈ ബൈ 4 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 1. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. റൈറ്റ്. ഓക്കെ, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് എന്ന് പറയുന്നത് എനിക്ക് എന്താ തരുന്നത്? ടാനിന്റെ ഏത് ആംഗിളിനാണ് എനിക്ക് ആ വാല്യൂ കിട്ടുന്നത്, അതാണ് ബേസിക്കലി എനിക്ക് തരുന്നത്. റൈറ്റ്. അതായത് എനിക്ക് ആംഗിൾ അറിയാമെങ്കിൽ ഞാൻ ടാൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ എനിക്കൊരു നമ്പർ കിട്ടും. എനിക്ക് ആ നമ്പർ അറിയാമെങ്കിൽ ഞാൻ ടാൻ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ കിട്ടും. റൈറ്റ്. അതാണ് ബേസിക്കലി ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. സോ ഓക്കെ, ഇപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ പ്ലസ് എ പ്ലസ് ബി കോസ് തീറ്റ. ഇനി മനസ്സിലാക്കേണ്ടത് ഈ റിസൾട്ട് ആക്ച്വലി ജനറൽ റിസൾട്ടാണ്. ഇത് നമുക്ക് കാണുമ്പോൾ ചിലപ്പം തോന്നും ഈ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വെക്ടറിനും ഇതിനിടയ്ക്കുള്ള ആംഗിൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആലോചിച്ച് നോക്കേ, ഞാൻ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ഈ ഫസ്റ്റ് ഡയറക്ഷൻ ഇത് പ്രത്യേക പ്രിഫറൻസ് ഒന്നുമില്ല. ഇതേ സ്ട്രക്ചറിനായിരിക്കും ഈ സെക്കൻഡിനും ഇടയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡിന്റെ കേസിലാണെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷന്റെ സ്ട്രക്ചർ നോക്കുക. അതായത് ടാൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് റിസൾട്ടന്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് വെക്ടർ ആൻഡ് റിസൾട്ടന്റ്. അതിന്റെ സ്ട്രക്ചർ നോക്കുക. ഒന്ന് ടാനിന്റെ അതേ സ്ട്രക്ചർ തന്നെ, സൈൻ ബൈ കോസ്, ആ ഒരു സ്ട്രക്ചറിലാണ് ഇക്വേഷൻ വരുന്നത്. ആൻഡ് എനിക്ക് ഫസ്റ്റ് വെക്ടറിനും റിസൾട്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് വെക്ടർ ആണ്, ബി ആണ്. റൈറ്റ്. ആൻഡ് ഇവിടെ എന്ത് നമ്പർ വരുന്നോ ആ നമ്പർ തന്നെ ആയിരിക്കും ഇവിടെ. ആൻഡ് ഇവിടെയും എഴുതാത്ത നമ്പർ ഏതാണോ അതാണ് ഇവിടെ വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ ആംഗിൾ ആണെന്ന് വെച്ചോ.
ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വെക്ടറിനും റിസൾട്ടന്റിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ടാൻ ബീറ്റ ഈക്വൽ ടു റൈറ്റ്. ഇപ്പൊ ഇത് സെക്കൻഡ് വെക്ടറിനും റിസൾട്ടന്റിനും ഇടയ്ക്കുള്ള മാഗ്നിറ്റ്യൂഡ് ആണ്, ആംഗിൾ ആണ്. എങ്കിൽ സെക്കൻഡ് വെക്ടറിനും റിസൾട്ടന്റിനും ഇടയ്ക്കുള്ള ആംഗിളിന്റെ ടാൻ ഫംഗ്ഷൻ ഈക്വൽ ടു, ഞാൻ ഇവിടെ ബിക്ക് വരെ എഴുതേണ്ടത് എ ആണ്. ഓക്കെ, ബിക്കോസ് ഫസ്റ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഓക്കെ, ഞാൻ ഇവിടെ എന്തെഴുതുന്നോ അത് തന്നെയായിരിക്കും ഇവിടെ എഴുതേണ്ടത്. സോ എ കോസ് തീറ്റ പ്ലസ് ഇവിടെയും എഴുതാത്തത് വേണം ഇവിടെ എഴുതാൻ, അതായത് ബി. സോ ഇതാണ് ആ ഇക്വേഷന്റെ സ്ട്രക്ചർ, റൈറ്റ്? സോ നമുക്കിപ്പോ വെക്ടേഴ്സിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. അതായത് എനിക്കിപ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടേഴ്സിന്റെയും വെക്ടർ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ അറിയാം. ആ റിസൾട്ടന്റ് വെക്ടറിനും അതിനകത്തുള്ള ഏത് വെക്ടേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഓക്കെ, റൈറ്റ്. എങ്കിൽ ശരി, എങ്കിൽ ഇനി അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഓക്കെ റൈറ്റ്, എങ്കിൽ ഇപ്പോൾ ചോദിക്കാം, രണ്ട് വെക്ടേഴ്സിന്റെ സം നമുക്കറിയാം, രണ്ട് വെക്ടറിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ, റൈറ്റ്, ഇത്രയേ ഉള്ളൂ. അതായത് ഇതൊരു വെക്ടറാണ്, ഓക്കെ റൈറ്റ്, ഇതാണ് ബി, ഓക്കെ, ഇതാണ് എ, ഇതാണ് ബി. ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്? എ പ്ലസ് മൈനസ് ബി, അതാണ് ബേസിക്കലി എ മൈനസ് ബി, റൈറ്റ്? ഓക്കെ, അതായത് വെക്ടർ എ വെക്ടർ ബി സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വെക്ടർ എ മൈനസ് ബി ആഡ് ചെയ്താൽ മതി. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്കറിയാം ഇതാണ് ബി എങ്കിൽ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ള വെക്ടർ. സോ ഇതാണ് മൈനസ് ബി, റൈറ്റ്? ഓക്കെ, എങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ ഈ വെക്ടറിനെയും ആഡ് ചെയ്യുക. സോ എനിക്ക് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഈ രണ്ട് വെക്ടേഴ്സിനോടൊക്കെ ആയിരിക്കണം. സോ ദാറ്റ് എനിക്ക് എഴുതാം, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാരൽ ലൈൻസ് വരയ്ക്കുക, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പാരൽ ലൈൻസ് വരയ്ക്കുക. സോ ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എ മൈനസ് ബി. ഓക്കെ റൈറ്റ്. എങ്കിൽ നമുക്ക് പിന്നെയും ചോദിക്കാം, എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എത്ര? റൈറ്റ്, ഞാനിതും പ്രൂവ് ചെയ്യുന്നില്ല, ഇതിന്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല. പ്രൂഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോക്കകത്ത്. ഞാൻ ഇതിന്റെ റിസൾട്ട് മാത്രം എഴുതാം. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു റൂട്ട്, സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ മൈനസ്, മുമ്പ് പ്ലസ് ആയിരുന്നു, ഇപ്പൊ മൈനസ് ആണ്, -2 മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ, റൈറ്റ്? സിമ്പിൾ റിസൾട്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, റൈറ്റ്? ഓക്കെ, ആ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വെക്ടറിന്റെ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടന്റ് ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡും നമുക്കിപ്പോ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാം. ഓക്കെ, എങ്കിൽ ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു സബ് റിസൾട്ട് ആണ്. സപ്പോസ് നമ്മൾ ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഈ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ ഇൻ ജനറൽ സം തീറ്റ ഡിഗ്രി ആണ്. ഓക്കെ, മുമ്പത്തെ കാൽക്കുലേഷനിൽ എല്ലാത്തിലും ഇൻ ജനറൽ സം തീറ്റ ഡിഗ്രി ആണ്. എങ്കിൽ ഓക്കെ, ഇതിന്റെ ഒരു നമുക്ക് യൂഷ്വലി എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ വരാൻ പോകുന്ന ഒരു എക്സെപ്ഷണൽ കേസ് ആണ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വെക്ടർ. ഓക്കെ റൈറ്റ്, എങ്കിൽ നമുക്ക് ആ കേസിന്റെ റിസൾട്ടും കൂടെ വെറുതെ എഴുതാം. സപ്പോസ് രണ്ട് വെക്ടേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അതായത് ഇതൊരു വെക്ടറാണ്, ഇത് വേറൊരു വെക്ടറാണ്, ഇതാണ് എ, ഇതാണ് ബി, ആൻഡ് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഇവരുടെ റിസൾട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, എനിക്ക് റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം. സിമ്പിൾ, നമ്മുടെ ഇക്വേഷൻ എന്താ ബേസിക്കലി പറയുന്നത്? ഇക്വേഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. പക്ഷേ ഈ കേസിൽ തീറ്റ 90 ഡിഗ്രി ആണ്. സോ കോസ് 90 വരും. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, റൈറ്റ്? സോ എനിക്ക് എഴുതാം, പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ് ആണ്, ബിക്കോസ് ഇതാണ് എ, ഇതാണ് ബി. അങ്ങനെയാണെങ്കിൽ ഇതാണ് റിസൾട്ടന്റ്, ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ വിത്ത് റൂട്ട് പൈതഗോറസ് തിയറം. ഓക്കെ റൈറ്റ്. എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് വെക്ടറിനെ ജസ്റ്റ് ഇങ്ങനെ ആരോ എന്ന രീതിയിലല്ലാതെ നമുക്ക് അതിനെ കമ്പോണന്റ് ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇതൊരു വെക്ടർ ആണ്, ഓക്കെ റൈറ്റ്, വെക്ടർ ആർ. എനിക്ക് ഈ വെക്ടർ ആറിനെ കമ്പോണന്റ് ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. കമ്പോണന്റ് ഫോമിന്റെ റെപ്രസെന്റേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം, ദാറ്റ് ഇംപ്ലൈസ് വെക്ടർ ആർ ഈക്വൽ ടു സം xi പ്ലസ് yj പ്ലസ് zk.
റൈറ്റ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നതിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിനകത്തുണ്ട്. അറിയാത്തൊരു ജസ്റ്റ് അത് നോക്കുക. റൈറ്റ്. എനിക്ക് ഈ വെക്ടറിനെ ഇങ്ങനെ എഴുതാം. റൈറ്റ്. ആൻഡ് ഇനി കുറച്ച് നെയിംസ് ആണ്. ഒന്ന്, ഈ എക്സിനെ വിളിക്കുന്ന പേരാണ് ഈ വെക്ടർ ആറിന്റെ എക്സ് കമ്പോണന്റ്. ഈ വൈനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ആറിന്റെ വൈ കമ്പോണന്റ്. അത് വൈ ആയതുകൊണ്ടല്ല വൈ എന്ന് വിളിക്കുന്നത്, അത് കിടക്കുന്നത് നമ്മുടെ യൂണിറ്റ് വെക്ടർ ജെ. യൂണിറ്റ് വെക്ടർ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഡയറക്ഷനില്ല. സോ അതിന്റെ കൂടെയുള്ള നമ്പർ ആണ്, അതുകൊണ്ടാണ് അതിനെ വൈ കമ്പോണന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഇസഡിനെ വിളിക്കുന്ന പേരാണ് ഇസഡ് കമ്പോണന്റ്, അല്ലെങ്കിൽ കമ്പോണന്റ് ഓഫ് വെക്ടർ ആർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ കെ, അല്ലെങ്കിൽ കമ്പോണന്റ് ഓഫ് വെക്ടർ ആർ അലോങ് ഇസഡ് ഡയറക്ഷൻ. സോ അപ്പോൾ ഇതാണ് ഒരു വെക്ടറിന്റെ ഒരു കമ്പോണന്റ് റെപ്രസെന്റേഷൻ. എങ്കിൽ നമുക്ക് ഇനി അറിയേണ്ടത്, എന്റെ ഈ കമ്പോണന്റ് റെപ്രസെന്റേഷൻ തന്നാൽ ഓക്കെ, എനിക്ക് അതിനകത്തുനിന്ന് എങ്ങനെ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, ആൻഡ് രണ്ട് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇത്തരം ഡീറ്റെയിൽസ് അറിയേണ്ടത്. റൈറ്റ്. നമുക്ക് എന്തായാലും അറിയാം. ഞാൻ ആ റിസൾട്ട്സ് മാത്രം എഴുതാം. ജസ്റ്റ് സപ്പോസ് എന്റെ ഒരു വെക്ടർ ഇതേപോലെ കമ്പോണന്റ് ഫോമിൽ തന്നിരിക്കുന്നു. എനിക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം. സിമ്പിൾ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റൂട്ട്, ഇതാണ് എന്റെ റിസൾട്ട്, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു വെക്ടർ കമ്പോണന്റ് ഫോമിൽ തന്നാൽ എന്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ. ഇനി സപ്പോസ് ഞാനിപ്പോൾ രണ്ട് വെക്ടേഴ്സ് വരുവാണ്. സപ്പോസ് ഒരു വെക്ടറാണ് വെക്ടർ എ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ എ എക്സ് ഐ, എ വൈ ജെ, എ ഇസഡ് കെ. വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് ഐ, ബി വൈ ജെ, ബി ഇസഡ് കെ. ഓക്കെ, എനിക്കറിയേണ്ടത് എന്താണ് എ പ്ലസ് ബി. എ പ്ലസ് ബി എന്തായാലും ഒരു വെക്ടർ ആണ്. ഓക്കെ, അതിന് എക്സ് കമ്പോണന്റ് ഉണ്ടാവും, അതായത് സംതിങ് ടൈംസ് ഐ, പ്ലസ് അതിന് വൈ കമ്പോണന്റ് ഉണ്ടാവും സംതിങ് ടൈംസ് ജെ, ആൻഡ് അതിന് ഇസഡ് കമ്പോണന്റ് ഉണ്ടാവും സംതിങ് ടൈംസ് കെ. സോ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓൾറെഡി ഉള്ള ഈ വെക്ടേഴ്സിന്റെ ഈ കമ്പോണൻസ് എനിക്ക് അറിയാമെങ്കിൽ എ പ്ലസ് ബിയുടെ എക്സ് കമ്പോണന്റ് എത്ര, എ പ്ലസ് ബിയുടെ വൈ കമ്പോണന്റ് എത്ര, എ പ്ലസ് ബിയുടെ ഇസഡ് കമ്പോണന്റ് എത്ര. സിമ്പിൾ. ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ് ആഡ് ചെയ്യുക. അതായത് എ പ്ലസ് ബിയുടെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് ബി എക്സ്, അതായത് ഈ രണ്ട് വെക്ടേഴ്സിന്റെ എക്സ് കമ്പോണന്റ് സമ്മാണ് എ പ്ലസ് ബിയുടെ എക്സ് കമ്പോണന്റ്. റൈറ്റ്. അതുപോലെ തന്നെ വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എ വൈ പ്ലസ് ബി വൈ, ഇവിടെയാണെങ്കിലോ എ ഇസഡ് പ്ലസ് ബി ഇസഡ്. സിമിലർലി എനിക്ക് എ മൈനസ് ബി ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഈ കമ്പോണൻസ് പരസ്പരം സബ്ട്രാക്ട് ചെയ്യുക. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇടയ്ക്കുള്ള സൈൻ, ആ പ്ലസ് സൈൻ, അതിലൊരു വ്യത്യാസവും വരത്തില്ല. കമ്പോണൻസ് ആണ് ഞാൻ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇപ്പൊ മറ്റൊരു ക്വസ്റ്റ്യൻ. സപ്പോസ് എനിക്ക് അറിയേണ്ടത്, ഓക്കെ, റൈറ്റ്, 10 ടൈംസ് വെക്ടർ എ എന്താണെന്ന് അറിയേണ്ടത്. 10 ടൈംസ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഞാൻ ഈ ഓവറോൾ ഈ സാധനത്തിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ ഒരു 10ന്റെ ഫാക്ടർ വരും, ഇവിടെ ഒരു 10ന്റെ ഫാക്ടർ വരും, ഇവിടെ ഒരു 10ന്റെ ഫാക്ടർ വരും. സോ ഓവറോൾ എല്ലാ കമ്പോണൻസും 10 ടൈംസ് ആവും. അതായത് എനിക്ക് എഴുതാം 10 ടൈംസ് എ എക്സ് ഐ, 10 ടൈംസ് എ വൈ ജെ, 10 ടൈംസ് എ ഇസഡ് കെ. ഓക്കെ, റൈറ്റ്. സോ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടർ കമ്പോണന്റ് ഫോമിൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ആൾജിബ്ര എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. റൈറ്റ്. എങ്കിൽ അടുത്തത്, സപ്പോസ് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, ഇതാണ് വെക്ടർ. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇതൊരു ലൈനാണ്. റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഈ ലൈനുമായിട്ട് നമ്മുടെ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഡിഗ്രിയാണ്. എനിക്കറിയേണ്ടത് നമ്മുടെ ഈ വെക്ടറിന്റെ ഈ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് എത്ര. റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ വെക്ടർ. ഈ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ ലെങ്ത്, ഇതാണ് ഈ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ്. അത് എത്രയെന്ന് അറിയേണ്ടത്. റൈറ്റ്. അത് എത്രയെന്ന് അറിയണമെങ്കിൽ ഓൾറെഡി നമ്മളൊരു സിംപ്ലസ്റ്റ് കേസ് ചെയ്ത് നോക്കുക. സോ അപ്പൊ നമുക്ക് ഈ ജനറൽ കേസ് നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. സപ്പോസ് ഇതൊരു വെക്ടർ ആണ്. ഓക്കെ, ഞാൻ ആ ലൈൻ ഇങ്ങനെ ആർബിട്രറി ആയിട്ട് വരയ്ക്കുന്നതിന് പകരം ഞാൻ ആ ലൈൻ നമ്മുടെ എക്സ് ഡയറക്ഷൻ തന്നെയാണെന്ന് ജസ്റ്റ് ഒന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടിന് എന്ത് വ്യത്യാസമായിരിക്കും വരാൻ പോകുന്നത്. റൈറ്റ്. ഈ ആംഗിൾ ആണ് തീറ്റ. എനിക്ക് അറിയേണ്ടത് ബേസിക്കലി ഈ ലെങ്ത് ആണ്. ഓക്കെ, എങ്കിൽ നമുക്കറിയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണത്. എങ്കിൽ ഈ വെക്ടറിന്റെ ലെങ്ത് ആർ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ. ഓക്കെ, സെയിം. അത് തന്നെയാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ ലൈനിന് പ്രത്യേക സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഞാൻ ഈ എൻ്റെ ഫിഗറിനെ ചരിച്ച് വെച്ചതിന് തുല്യമായത്. എങ്കിൽ ഇതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്, അതായത് ഈ കമ്പോണന്റ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ വെക്ടർ ആർ ആണെങ്കിൽ ആർ കോസ് തീറ്റയാണ്. റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത്, റൈറ്റ്, ഈ വെക്ടറിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് ആർ കോസ് തീറ്റ. എങ്കിൽ ഈ കമ്പോണന്റോ, റൈറ്റ്, അതായത് വൈ കമ്പോണന്റോ. വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ കമ്പോണന്റ്. അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒബ്വിയസ്ലി മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് ഇൻറ്റു സൈൻ തീറ്റ. സോ ഇത് ആർ സൈൻ തീറ്റ. സോ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്
ആർ സൈൻ തീറ്റ. എങ്കിൽ എക്സാക്ട്ലി സെയിം കേസ് തന്നെയാണ്. അതായത് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടർ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലൈനിൽ കൂടെയുള്ള വെക്ടറിന്റെ കമ്പോണന്റ് ആർ കോസ് തീറ്റയാണ്. ആൻഡ് നമ്മുടെ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ, ഓക്കെ, അതായത് നമ്മുടെ ഈ ഡയറക്ഷനിൽ ഉള്ള ആ വെക്ടറിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സൈൻ തീറ്റയാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ജനറൽ സ്റ്റോറി മനസ്സിലായി. എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, എൻ്റെ ഒരു ആർബിട്രറി ലൈൻ ഉണ്ട്, റൈറ്റ്. ആ വെക്ടറിന്റെ ആ ലൈനിൽ കൂടെയുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സപ്പോസ് ഡബ്ല്യു എന്നാണെങ്കിൽ ഡബ്ല്യു കോസ് തീറ്റ. ആ ലൈനിന് നമ്മുടെ ആർബിട്രറി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത ആ ലൈനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സൈൻ തീറ്റ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, റൈറ്റ്. എങ്കിൽ അടുത്ത മറ്റൊരു പോയിന്റ്, സപ്പോസ് ഇതൊരു വെക്ടറാണ്, റൈറ്റ്. എനിക്കറിയേണ്ടത് ഈ വെക്ടറുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ. 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഇത്. ഓക്കെ, ഓക്കെ, ഈ ഡയറക്ഷൻ. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. എനിക്കറിയേണ്ടത് ഈ വെക്ടർ ആറിന്, ഓക്കെ, ഈ വെക്ടർ ആറിന് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എത്രയെന്ന് അറിയണം. ഓക്കെ, നമ്മുടെ സെയിം റിസൾട്ട് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സപ്പോസ് ഇത് ആർ ആണെങ്കിൽ ആർ കോസ് 90. കോസ് 90 എത്രയാ? 0. എന്ന് വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് മനസ്സിലായി. സപ്പോസ് എങ്കിൽ ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ കമ്പോണന്റ് ഒന്നും കാണത്തില്ല, റൈറ്റ്. ഓക്കെ, അതായത് എൻ്റെ ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ കമ്പോണൻസ് കാണത്തില്ല. ഓക്കെ, റൈറ്റ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇനി അടുത്തറിയേണ്ടത് രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ആ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ സ്കെയിലർ പ്രോഡക്റ്റ്. സ്കെയിലർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഇതാണ് ഒരു വെക്ടർ, ഇതാണ് വേറൊരു വെക്ടർ. ഈ വെക്ടറാണ് എ, ഈ വെക്ടറാണ് ബി, ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ഡോട്ട് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് കോസ് തീറ്റ, റൈറ്റ്. ആൻഡ് ഇതൊരു സ്കെയിലർ ആണ്, റൈറ്റ്. ഓക്കെ, എന്താണ് സ്കെയിലർ, എന്തുകൊണ്ടാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്? ഓക്കെ, ആൻഡ് ആക്ച്വലി നമ്മൾ ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന്റെ മോട്ടിവേഷൻ എന്താണ്, ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ, ക്യൂരിയസ് ആയിട്ടുള്ളവർ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിലെ, അതായത് ഇൻട്രോഡക്ടറി ഫിസിക്സ് പ്ലേലിസ്റ്റിലെ ഡോട്ട് പ്രോഡക്റ്റ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ആ വീഡിയോ കാണുക, അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പൊ ഇതാണ് ബേസിക്കലി രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, റൈറ്റ്. എങ്കിൽ ചോദിക്കാം, സപ്പോസ് ഈ ഇക്വേഷൻ, അതായത് ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ ആരോയുടെ ഫോമിലും ആൻഡ് അവർക്കിടയ്ക്കുള്ള ആംഗിളും തന്നാൽ മാത്രമേ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ഈ രണ്ട് വെക്ടേഴ്സ് ഞാൻ ഇപ്പൊ ഈ തന്നതുപോലെ കമ്പോണന്റ് ഫോമിലാണ് തരുന്നതെങ്കിലോ, അതായത് AXI BYJ AYJ AZK അങ്ങനെയാണ് തരുന്നതെങ്കിലോ നമുക്കറിയില്ല ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എന്താണെന്ന്, റൈറ്റ്. ഈ ഫോമിൽ തരുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാം, പക്ഷെ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് ഒരിക്കലും ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ വർക്ക് ആവില്ല. സോ നമുക്ക് കുറച്ചും കൂടെ കമ്പോണൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണം ഡോട്ട് പ്രോഡക്റ്റ് എഴുതാൻ, റൈറ്റ്. ഓക്കെ, അത് ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് AX BX പ്ലസ് AY BY പ്ലസ് AZ DZ, റൈറ്റ്. ഇതാണ് ബേസിക്കലി ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ രണ്ട് വെക്ടേഴ്സും ഡോട്ട് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, റൈറ്റ്. അതാണ് ബേസിക്കലി നമ്മളിവിടെ ചെയ്തേക്കുന്നത്, റൈറ്റ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇതിന് ഈക്വൽ ആയി എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ വീഡിയോ കാണുക, അതിനകത്ത് എല്ലാത്തിന്റെയും റീസൺ ഉണ്ട്, റൈറ്റ്. അപ്പൊ ഇതാണ് ബേസിക്കലി ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, എങ്കിൽ ഇപ്പൊ എനിക്കറിയാം ഞാൻ ഈ ഫോമിൽ രണ്ട് വെക്ടേഴ്സ് തന്നാൽ, ഓക്കെ, റൈറ്റ്, ഈ ഫോമിൽ രണ്ട് വെക്ടേഴ്സ് തന്നാൽ ആ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്കിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കാം. എന്താണ്? ഈ രണ്ട് വെക്ടേഴ്സിനോടൊക്കെയുള്ള ആംഗിൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ആയി. എന്തുകൊണ്ടാണ്? ബിക്കോസ് എനിക്ക് എന്തായാലും അറിയാം ഈ റിസൾട്ടിനകത്തുനിന്ന് എ ഡോട്ട് ബി ഈസ് ഇക്വൽ ടു AB cos തീറ്റ, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് cos തീറ്റ ഈസ് ഇക്വൽ ടു
എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എ ഡോട്ട് ബി ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ? എ എക്സ് സ്ക്വയർ എ വൈ സ്ക്വയർ എ ഇസഡ് സ്ക്വയർ വിത്ത് എ റൂട്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബി എക്സ് സ്ക്വയർ ബി വൈ സ്ക്വയർ ബി ഇസഡ് സ്ക്വയർ വിത്ത് എ റൂട്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവർ കിടക്കുന്ന ആംഗിളിന്റെ കോസ് ഫംഗ്ഷൻ കിട്ടും. റൈറ്റ്? ഓക്കെ. സോ എനിക്ക് രണ്ട് വെക്ടേഴ്സിനുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടി. ഇനി ആക്ച്വലി നമുക്ക് ഈ റിസൾട്ടിനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ സാധനം ഓക്കെ, വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ, അതായത് ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ആണ്. ആൻഡ് ഈ കോമ്പിനേഷനോ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി ആണ്. എങ്കിൽ എനിക്ക് മനസ്സിലായി രണ്ട് വെക്ടേഴ്സ് ഉണ്ടായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഡോട്ടഡ് വിത്ത് രണ്ടാമത്തെ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ. അതാണ് ആംഗിളിന്റെ കോസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, റൈറ്റ്. സോ ഇതാണ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ. ഞാൻ ചെയ്യേണ്ടത് ആ രണ്ട് വെക്ടേഴ്സിന്റെയും ഡയറക്ഷനുള്ള ഡോട്ട് പ്രോഡക്റ്റ് യൂണിറ്റ് വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, കോസ് ഇൻവേഴ്സ് ചെയ്യുക. സോ അപ്പൊ എനിക്ക് അവർക്കിടയ്ക്കുള്ള ആംഗിൾ എന്താണെന്ന് കിട്ടും. എനിക്ക് നമുക്കറിയേണ്ടത്, സപ്പോസ് ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം ആണ് ആൻഡ് എൻ്റെ മൂന്ന് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. വെക്ടർ എ നമ്മുടെ എക്സ് ആക്സിസ് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ θ1 ആണ്, വെക്ടർ ബി മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ θ2 ആണ്, വെക്ടർ സി എക്സ് ആക്സിന്റെ നെഗറ്റീവ് ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ θ3 ആണ്. എനിക്കറിയേണ്ടത് ഈ മൂന്ന് വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്. റൈറ്റ്? നമുക്ക് എന്തായാലും അറിയാം, സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഫോർമുല യൂസ് ചെയ്യാം. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ വിത്ത് എ റൂട്ട്. പക്ഷെ ഇവിടെ അതിൽ മൂന്ന് വെക്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആണ്. ഓക്കെ, അതായത് രണ്ട് വെക്ടേഴ്സ് അല്ല, ഇൻ ജനറൽ രണ്ടിലധികം വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് 3, 4, 5, 6 വെക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റൈറ്റ്? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വെക്ടേഴ്സിനെ എല്ലാം, അതായത് എൻ്റെ ഇരിക്കുന്ന ഓരോ വെക്ടേഴ്സിനെയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് ഡയറക്ഷൻസിൽ റിസോൾവ് ചെയ്യുക. ഓക്കെ, റൈറ്റ്? കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, ഇവിടെ എനിക്ക് എന്തായാലും ഈ വെക്ടറിനെ, ഓക്കെ, ഇതാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്ന എൻ്റെ സ്റ്റാൻഡേർഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. എനിക്ക് എന്തായാലും അറിയാം ഈ വെക്ടർ എനെ എനിക്കിത് ഈ ഡയറക്ഷൻ ഒരു കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഈ ഡയറക്ഷൻ ഒരു കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റൈറ്റ്? അതായത് ഞാൻ ഈ സെയിം ഡയഗ്രം ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും? റൈറ്റ്? ഇതാണ് നമ്മുടെ വെക്ടർ എ എങ്കിൽ, ഓക്കെ, റൈറ്റ്, ഈ ആംഗിളാണ് θ1. ഓക്കെ, എനിക്ക് ഈ വെക്ടർ എന്നത് ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റും ഈ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഒരു സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോസ് θ1, ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൈൻ θ1. ഓക്കെ, റൈറ്റ്? അതായത് വൺസ് ഞാൻ ഈ വെക്ടർ എനെ ഈ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വെക്ടറിനെ കംപ്ലീറ്റ്ലി മറന്നു കളയാം. ബിക്കോസ് ഈ വെക്ടറിനകത്തുള്ള മുഴുവൻ ഇൻഫർമേഷനും ഈ രണ്ട് സാധനത്തിനകത്തുണ്ട്. റൈറ്റ്? ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം എൻ്റെ പിക്ചറിനകത്തേ ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെക്ടർ ബി. നമുക്കറിയാം വെക്ടർ ബി ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ2 ആണ്. സോ നമുക്ക് മനസ്സിലായി, നമുക്ക് എന്ത് ചെയ്യാം? ഈ വെക്ടർ ബിനെയും ഈ രണ്ട് ഡയറക്ഷൻസിലും രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. റൈറ്റ്? വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോസ് θ2 ആൻഡ് വെക്ടർ ബിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സൈൻ θ2. റൈറ്റ്? വൺസ് നമ്മൾ ആ വെക്ടർ ബിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെക്ടർ ബിനെ പറ്റി കംപ്ലീറ്റ്ലി മറന്നു കളയാം. ബിക്കോസ് ആ വെക്ടർ ബിക്കകത്തുള്ള മുഴുവൻ ഇൻഫർമേഷനും ആ രണ്ട് കമ്പോണൻസിനകത്തുണ്ട്. സോ ഞാൻ വെക്ടർ ബിനെ കംപ്ലീറ്റ്ലി എൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു. റൈറ്റ്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കറിയാം ഇതാണ് നമ്മുടെ വെക്ടർ സി. വെക്ടർ സീനെ എനിക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. വെക്ടർ സീനെ സപ്പോസ് ഇതാണ് എൻ്റെ വെക്ടർ സി എങ്കിൽ, ഓക്കെ, റൈറ്റ്, ഞാനത് ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ വെക്ടർ സി എങ്കിൽ ആൻഡ് ഈ ആംഗിൾ എന്തുവാണ്? θ3 ആണ്. എങ്കിൽ അതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി കോസ് θ3 ആൻഡ് ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ സി സൈൻ θ3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഈ ഡയറക്ഷനിൽ ഒരു സി സൈൻ θ3 എഴുതും ആൻഡ് ഈ ഡയറക്ഷനിൽ സി കോസ് θ3 എഴുതും.
ഓക്കെ, അതായത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ള ഈ 3 വെക്ടേഴ്സിനെയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 2 ഡയറക്ഷൻ, 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്തിനാ എങ്ങനെ ചെയ്തേ ഇപ്പം നമുക്ക് മനസ്സിലാവും. അതായത് എങ്കിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എൻറ്റയർ പ്രോബ്ലത്തെ എനിക്കിത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ നമ്മുടെ ഈ ഡയറക്ഷനിലുള്ള ടോട്ടൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എ കോസ് തീറ്റ 1 പ്ലസ് ബി കോസ് തീറ്റ 2, ബിക്കോസ് അത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, മൈനസ് സി കോസ് തീറ്റ 3, റൈറ്റ്? ബിക്കോസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് മൈനസ്. എങ്കിൽ എനിക്ക് പറയാം ഈ ഡയറക്ഷനിലുള്ള ടോട്ടൽ വെക്ടർ എന്ന് പറയുന്നത് എ കോസ് തീറ്റ 1 പ്ലസ് ബി കോസ് തീറ്റ 2 മൈനസ് സി കോസ് തീറ്റ 3, റൈറ്റ്? ആൻഡ് നമ്മുടെ ഈ ഡയറക്ഷനിലുള്ള ടോട്ടൽ വെക്ടർ എന്ന് പറയുന്നത്, റൈറ്റ്, ദേ ഇത് മുഴുവനുമാണ്. അതായത് എ സൈൻ തീറ്റ 1 പ്ലസ് ബി സൈൻ തീറ്റ 2 പ്ലസ് സി സൈൻ തീറ്റ 3, റൈറ്റ്? ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഇതെന്താ ആക്ച്വലി മീൻ ചെയ്യുന്നതാണ്. എൻ്റെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത്, രണ്ടാമത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഇത്. എങ്കിൽ നമുക്കറിയാം ഈ 2 വെക്ടേഴ്സും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. എങ്കിൽ ഈ 2 വെക്ടറിന്റെയും റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ വിത്ത് എ റൂട്ട്, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം നമുക്ക് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ റിസൾട്ടന്റ് വെക്ടർ. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 2 വെക്ടേഴ്സിനകത്ത് ദേ ഇതിനകത്തുള്ള എല്ലാ എഫക്സും ഉണ്ട്, അതായത് ഇതിനകത്തുള്ള എല്ലാ എഫക്സും ഉണ്ട്. അതായത് ഈ 3 സാധനത്തിന്റെയും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഞാനിപ്പോ എന്ത് ചെയ്തു, പ്രോബ്ലത്തിനെ ഞാൻ സൂട്ടബിൾ ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിലൂടെ ഞാൻ 2 സിംഗിൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള റിസൾട്ടന്റ് ആയിട്ട് ഞാൻ റെഡ്യൂസ് ചെയ്തു, റൈറ്റ്? എങ്കിൽ എനിക്ക് എഴുതാം എന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, ഓക്കെ, റിസൾട്ടന്റ് അതായത് ടോട്ടൽ വെക്ടർ. ഓക്കെ, ടോട്ടൽ വെക്ടർ ഞാൻ വി എന്ന് എഴുതുക. വി, ഓക്കെ, വിയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ. ഓക്കെ, ഞാൻ ഇതിനെ മൊത്തത്തിൽ ഞാൻ ഹാഷ് എന്ന് വിളിക്കാൻ പോവുക, ഇതിനെ മൊത്തത്തിൽ ഞാൻ സ്റ്റാർ എന്ന് വിളിക്കാൻ പോകുന്നു. എങ്കിൽ റൂട്ട് ഹാഷ് സ്ക്വയർ പ്ലസ് സ്റ്റാർ സ്ക്വയർ. ഓക്കെ, റൈറ്റ്? സോ ഇപ്പം എനിക്ക് മനസ്സിലായി 2 അല്ല അതിലധികം വെക്ടേഴ്സ് വന്നാലും എന്ത് ചെയ്യാന്ന്. ഇനി ഇവിടെ വേറൊരു കാര്യം ആലോചിക്കുക. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിങ്ക് ചെയ്യാം. അതായത് ഇവിടെ ഇതിൽ 3 വെക്ടേഴ്സ് ഉണ്ട്. ഞാൻ അറ്റ് എ ടൈം 2 വെക്ടേഴ്സ് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ? അതായത് ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, റൈറ്റ്, ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ഞാൻ കണ്ടുപിടിക്കും. അതിന്റെ റിസൾട്ടന്റ് ഇങ്ങനെ ഇരിക്കും പാരലോഗ്രാം ലോ അനുസരിച്ച്. എന്നിട്ട് ഇതിന്റെയും റിസൾട്ടന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്, അതൊരു കറക്റ്റ് അപ്രോച്ച് ആണ്. നമുക്ക് അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അറ്റ് എ ടൈം 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കമ്പ്യൂട്ട് ചെയ്ത് പോവാം. പക്ഷെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഈ 2 സാധനത്തിന്റെയും റിസൾട്ടന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ വെക്ടർ കിട്ടും. ഇനി അടുത്തത് ഈ വെക്ടറിന്റെയും, അതായത് ഇപ്പൊ കിട്ടിയ ഈ വെക്ടറിന്റെയും റിസൾട്ടന്റ് ആണ് നമുക്ക് വേണ്ടത്. അത് വേണമെങ്കിൽ നമുക്ക് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ അറിയണം, റൈറ്റ്? ഓക്കെ, ആക്ച്വലി നമുക്ക് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ അറിയത്തില്ല. ഓക്കെ, അത് ആക്ച്വലി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്, റൈറ്റ്? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാം. എങ്ങനെയാ? നമുക്ക് എന്തായാലും അറിയാം ഈ ആംഗിൾ എത്രയെന്ന് അറിയാം. ഈ ആംഗിൾ എത്രയെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്തായാലും ഈ ആംഗിൾ എത്രയെന്ന് അറിയാം. ഓക്കെ, ആൻഡ് നമുക്ക് ഈ ആംഗിൾ എത്രയെന്ന് അറിയാം. എങ്കിൽ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ആണ്, അതായത് ഈ റിസൾട്ടന്റിന് ഇടയ്ക്കുള്ളതാ, റൈറ്റ്? ഈ ആംഗിളും കൂടെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഈ ആംഗിൾ അറിയാവുന്നത് കൊണ്ട് ടോട്ടൽ ആംഗിൾ എനിക്ക് അറിയാം, റൈറ്റ്? ഓക്കെ, എങ്കിൽ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കുക എന്നാണ്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഴയ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് ഏതാ? നമ്മുടെ റിസൾട്ടന്റിനും ബി വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ, അതായത് നമ്മുടെ ടാൻ ബീറ്റ ഈക്വൽ ടു, അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എ, ഓക്കെ, കാര്യം ബിക്കോസ് നമുക്ക് ബിക്ക് ഇടയ്ക്കുള്ള ആംഗിളാണ് വേണ്ടത് റിസൾട്ടന്റിന്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ കോസ് തീറ്റ പ്ലസ് ബി, റൈറ്റ്? ഇതായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, റൈറ്റ്? സോ നമുക്കപ്പോൾ ഈ ആംഗിൾ കിട്ടും റിസൾട്ടന്റിന്. ആൻഡ് ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ അറിയാം. സോ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആ അപ്രോച്ച് കറക്റ്റ് ആണ്. പക്ഷെ അതിനേക്കാളും വളരെ സിംപ്ലർ വേ ആണത്. ഓക്കെ, റൈറ്റ്? ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് നോക്കുക. ഓക്കെ, സപ്പോസ് എൻ്റെ 2-ലധികം വെക്ടേഴ്സ് ഉണ്ട്, റൈറ്റ്? ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. ഓക്കെ, എങ്കിൽ എൻ്റെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഞാൻ ഇതിലെ ഏറ്റവും ആദ്യത്തെ വെക്ടറിന്റെ ടെയിലിനെയും ഏറ്റവും അവസാനത്തെ വെക്ടറിന്റെ ഹെഡിനെയും പരസ്പരം കണക്ട് ചെയ്ത് ഞാൻ വരയ്ക്കുന്ന ഈ വെക്ടറാണ്. അതായത് ഇത് എയും ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ ഇത് ബേസിക്കലി എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഓക്കെ, ഇതെന്റെ ക്ലെയിം ആണ്.
ഇത് ട്രൂ ആണ്. എന്തുകൊണ്ടാണ് ഇത് ട്രൂ ആവുന്നത്? സിമ്പിൾ, നമുക്ക് എന്തായാലും പറയാം ഓക്കെ ഈ വെക്ടറിന്റെയും സമ്മാണിത്, റൈറ്റ്? ഓക്കെ, ഇനി ഈ വെക്ടറിന്റെയും സമ്മാണിത്, റൈറ്റ്? ഓക്കെ, ഇനി ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ എന്ന് വെച്ചാൽ മുഴുവൻ വായിക്കുമ്പോൾ ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ഈക്വൽ ടു ദിസ് എന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു ലോ കിട്ടി. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പോളിഗൺ ലോ എന്ന് വിളിക്കാം, റൈറ്റ്? അതായത് ഈ ലോ ബേസിക്കലി പറയുന്നത് പറഞ്ഞാൽ എന്തുവാണ്? എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ടിലധികം വെക്ടേഴ്സ് ഉണ്ട്. ഈ വെക്ടേഴ്സിനെല്ലാം ഞാൻ ഒരേ ഓർഡറിൽ ഞാൻ പോളിഗൺ ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ പോളിഗന്റെ അവസാനത്തെ ഫില്ലാവേണ്ടി വരുന്ന ആ സൈഡ് ഓക്കെ റൈറ്റ് ഇൻ റിവേഴ്സ് ഓർഡർ, അതാണ് ആക്ച്വലി അതിന്റെ റിസൾട്ടന്റ്. അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ള റിസൾട്ട് ആണ്. പലപ്പോഴും നമുക്കത് അത്രത്തോളം ഇത് യൂസ്ഫുൾ ആവില്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള മറ്റൊരു ഓപ്പറേഷൻ ആണ് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഒന്നാണ് വെക്ടർ എ, മറ്റേതാണ് വെക്ടർ ബി. ഓക്കെ, സപ്പോസ് ഇതാണ് വെക്ടർ എ, റൈറ്റ്? ഓക്കെ, സപ്പോസ് ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി, റൈറ്റ്? ഓക്കെ, എങ്കിൽ എനിക്ക് അറിയേണ്ടത് എന്താണ് ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ മീനിങ്. ഫസ്റ്റ് ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറയാം. സപ്പോസ് ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്, റൈറ്റ്? ഓക്കെ, എങ്കിൽ നമുക്കറിയാം ഏത് വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദാറ്റ് വെക്ടർ. ഓക്കെ, ഞാനിപ്പോൾ എ ക്രോസ് ബിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറിനെ ഞാൻ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഈ രണ്ട് വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ്? ഓക്കെ, അതായത് എന്താണ് ഇത്? ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് സൈൻ തീറ്റ. ഇതാണ് ഈ രണ്ട് വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ ഡയറക്ഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെക്ടർ, ഇതാണ് നമ്മുടെ സെക്കൻഡ് വെക്ടർ, റൈറ്റ്? ഓക്കെ, ഈ രണ്ട് വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫസ്റ്റ് ഡയറക്ഷനിൽ നിന്ന്, അതായത് ഫസ്റ്റ് വെക്ടറിൽ നിന്ന് സെക്കൻഡ് വെക്ടറിലോട്ട് എന്റെ വലത്തെ കയ്യിലെ ഫിംഗേഴ്സ് വൗണ്ട് ചെയ്യുക. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ, റൈറ്റ്? അതായത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സ് വൗണ്ട് ചെയ്യുക, തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. അതായത് ഈ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന പറഞ്ഞാൽ ഈ സ്ക്രീനിന് പുറത്തോട്ട്, റൈറ്റ്? അതാണ് ബേസിക്കലി ഈ രണ്ട് വെക്ടറിന്റെയും ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ. എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്, റൈറ്റ്? അപ്പൊ നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള സംഭവം മനസ്സിലായി. ദാറ്റ് ഇംപ്ലൈസ് എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എയ്ക്കും ബിക്കും എ ക്രോസ് ബി പെർപെൻഡിക്കുലർ ആണ്, റൈറ്റ്? അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വെക്ടർ ആണ്. ഈ വെക്ടർ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്, റൈറ്റ്? ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സൈൻ തീറ്റയാണ്, റൈറ്റ്? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, സപ്പോസ് ഞാൻ ഈ വെക്ടേഴ്സിനെ കമ്പോണന്റ് ഫോമിലാ തരുന്നത്, എങ്കിൽ എനിക്ക് അറിയേണ്ടത് ഇവർക്കിടയ്ക്കുള്ള ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന്, റൈറ്റ്? അതിന് വേണ്ട ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. അതായത് എ ക്രോസ് ബി ഈക്വൽ ടു, നമ്മൾ ആദ്യം രണ്ട് ലൈൻ വരയ്ക്കുക. നമ്മൾ ഈ ഒരു മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്, റൈറ്റ്? നമ്മൾ ചെയ്യേണ്ടത് ഐ ജെ കെ എന്ന് എഴുതുക. എ ക്രോസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എയുടെ കമ്പോണൻസ് ആദ്യം എഴുതണം. അതായത് എ എക്സ് എ വൈ എ ഇസഡ്, ബിയുടെ രണ്ടാമത് ബി എക്സ് ബി വൈ ബി ഇസഡ്. ഓക്കെ, റൈറ്റ്? ഇനി ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്നാ പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ഈ ഫസ്റ്റ് ടേം ഐ എഴുതുക, റൈറ്റ്? ഇനി ഐ ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ഇതാണ് റൂൾ. അതായത് ഐ എന്ന് നമ്മൾ ആദ്യം എഴുതി, ഐ ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക, റൈറ്റ്? നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ സാധനമുള്ളത്, റൈറ്റ്? ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്, അതാണ് ഓർഡർ. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, റൈറ്റ്? ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വൈ ബി ഇസഡ് മൈനസ് ബി വൈ എ ഇസഡ്. ഓക്കെ, ഇനി അടുത്ത ടേം ജെ, സ്പേസ് വിടുക, റൈറ്റ്? ആൻഡ് ഇവിടെ ഒരു സൈൻ ഉണ്ട്, ആ സൈൻ ഞാൻ എന്താണെന്ന് ലാസ്റ്റ് പറയാം. ഓക്കെ, റൈറ്റ്? എങ്കിൽ ആ ടേംസ് എങ്ങനെ എഴുതേണ്ടത്? ജെ ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇത് പോയി, ബാക്കി ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് എന്ന് വെച്ചാൽ എ എക്സ് ബി ഇസഡ് മൈനസ് ബി എക്സ് എ ഇസഡ്. ഓക്കെ, അടുത്തത് കെ
റൈറ്റ്. കെ ഉൾപ്പെടുന്ന റോയും കോളവും നെഗ്ലക്ട് ചെയ്യുക. ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. അതായത് AX BY മൈനസ് BX AY. ഓക്കെ, ഇനി ഇതിനിടയ്ക്കുള്ള സൈൻ സിമ്പിൾ ആണ്. ഫസ്റ്റത്തത് പ്ലസ്, അടുത്തത് മൈനസ്, അടുത്തത് പ്ലസ്, പ്ലസ് മൈനസ് പ്ലസ്. റൈറ്റ്, എന്ന് വെച്ചാൽ ഫസ്റ്റത്തത് പ്ലസ് ആയതുകൊണ്ട് സൈൻ നമ്മൾ ഇടണ്ട. സോ മൈനസ് പ്ലസ്. റൈറ്റ്, അപ്പോൾ ഇതാണ് ബേസിക്കലി A ക്രോസ് ബിയുടെ ഡെഫിനിഷൻ. റൈറ്റ്, ഇപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. ഓ റൈറ്റ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ ഇതായി കിടക്കുന്നത്, അത് AB സൈൻ തീറ്റ. അതായത് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ വിത്ത് എ റൂട്ട്, അതാണിത്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഓക്കെ, അതറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ളവർ ഞാൻ പിന്നെയും പറയുന്നു, നമ്മുടെ ഇൻട്രോഡക്ടറി ഫിസിക്സ് സീരീസിനകത്തുള്ള ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്, ആ വീഡിയോസ് കാണുക. അതിനകത്ത് ഇതെല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ റൈറ്റ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞു, A ക്രോസ് ബി എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം A ഡോട്ട് ബി, അതായത് A ഡോട്ട് ബി, അതിന്റെ ഡെഫിനിഷൻ തന്നെ AB കോസ് തീറ്റ എന്നാണ്. റൈറ്റ്, ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, ഓക്കെ, അതായത് ഇത് A ഇത് B, 90 ഡിഗ്രി ആണെങ്കിൽ തീറ്റ എത്രയാ? 90 ഡിഗ്രി. കോസ് 90 0, അതായത് A ഡോട്ട് ബി 0 ആവും. അതായത് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇനി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, ഇതാണ് നമ്മുടെ A ക്രോസ് ബി. റൈറ്റ്, ഇതിനെ A കൊണ്ട് ഡോട്ട് ചെയ്യുക. A കൊണ്ട് ഡോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ കൊണ്ട് ഡോട്ട് ചെയ്യുക. ഡോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് AX ഇൻറ്റു ഫസ്റ്റ് ടേം, റൈറ്റ്, പ്ലസ് AY ഇൻറ്റു സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ മൈനസും കൂടെ എടുക്കണം, വിട്ടുപോരുത്. റൈറ്റ്, അടുത്തത് AZ ഇൻറ്റു തേർഡ് ടേം. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും എല്ലാ ടേംസും പെയർ വൈസ് ക്യാൻസൽ ആവും. സോ നമുക്ക് മനസ്സിലാവും A ക്രോസ് ബിയും എയും പെർപെൻഡിക്കുലർ ആണ്. സെയിം പരിപാടി A ക്രോസ് ബിയുടെ കേസിലും ബിയുടെ കേസിലും ചെയ്യുക. സോ നമുക്ക് മനസ്സിലാവും BX ഇൻറ്റു ഫസ്റ്റ് ടേം, BY ഇൻറ്റു സെക്കൻഡ് ടേം, BZ ഇൻറ്റു തേർഡ് ടേം. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ടേംസും പെയർ വൈസ് ക്യാൻസൽ ആവും. സോ നമുക്ക് വെരിഫൈ ചെയ്യാം A ക്രോസ് ബി എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഓക്കെ വെക്ടേഴ്സിനകത്തുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിസൾട്ട്സുകളും അതിൻ്റെ ഒരു മെക്കാനിസംസ്.